ബ്രേസസ് ഇട്ടിട്ട് പാട്ട് പാടാൻ എന്തെങ്കിലും പാടുണ്ടോ? ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ വലിയ പാടൊന്നുമില്ല. ഇപ്പൊ ശീലമായല്ലേ? സാധാരണ ഞാനൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ സമയത്തൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മിക്സിയിലിട്ട് അടിച്ച് കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് അങ്ങനത്തെ എന്നോട് എല്ലാരും പറഞ്ഞു ലൈക്ക് ഈ ചിപ്സ് ഡോക്ടറിന് ചുയിങ്കം കഴിക്കാൻ പറ്റില്ല, ചുയിങ്കം പറഞ്ഞു എന്നോട് ചിക്കന്റെ കാല് കടിക്കരുത് പറഞ്ഞു, പിന്നെ എന്താണ് മുറുക്ക് ചിപ്സ് അങ്ങനത്തെ ഒന്നും തിന്നരുത് പറഞ്ഞു. പക്ഷെ ഇത് ടൈറ്റ് ചെയ്യണം നമ്മൾ പോയിട്ട്, ആ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 days, ഇന്നിപ്പോ സെക്കൻഡ് ഡേ ആണ്, അപ്പൊ അതിന്റെ നല്ല അത്യാവശ്യത്തിൽ ഈ സൈഡ് വെച്ചൊന്നും കഴിക്കാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ഒരു 1 week ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടങ്ങും, പിന്നെ ഞാൻ മുറുക്കൊക്കെ ഞാൻ ഇത് കഴിക്കും. എനിക്ക് കാരണം അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും ഇങ്ങനെ ക്ലിയർ സ്കിന്നിന്റെ രഹസ്യം എന്താ? ക്ലിയർ സ്കിൻ ദൈവമേ ആരും കേക്കണ്ട. അതെന്താ? എനിക്കൊക്കെ കുരു വന്നിട്ടുള്ളതൊക്കെ എങ്ങനെയൊക്കെ പോണത്, അത് ഞാൻ ചിലപ്പം ഇരുന്ന് ചൊറിയും, അത് അമ്മ പറയും ചൊറിയരുത്, ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാവും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോ അങ്ങനെ വെക്കും. അങ്ങനെ തന്നെയാണ്. സോ ഓരോ നമ്മളെ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ പെട്ടെന്ന് വരും കുരു. എന്റെ പിന്നെ അങ്ങനത്തെ എന്റെ പിന്നെ പാടാവില്ല, അങ്ങനെ കല പോലെ വരില്ല. സോ അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്കാണെങ്കിൽ ഞാൻ കുരു വന്നാൽ ഞാൻ അത് പൊട്ടിക്കാൻ ഞാനും അതെ. അപ്പൊ ഞാൻ എന്റെ അനിയന്റെ മൂക്കിലൊക്കെ എന്തെങ്കിലും കുരു വന്നെങ്കിൽ ഞാൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ എന്റെ മുഖത്ത് വന്ന ഞാൻ വേഗം പോയിട്ട് പൊട്ടിച്ച് അങ്ങനെ അവിടെ പാടക്കാക്കുന്നു. ശ്രേയക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളം ആക്ടർ ആരാ? ഒന്ന് വരാണെങ്കിൽ ടൊവിനോ, DQ, ശ്രീനാഥ് ബാസിനെ എനിക്ക് ഭീഷ്മ കണ്ട ശേഷം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആരാണ്? പിന്നെയും ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. നേരിട്ട് കണ്ടേക്കണ മമ്മൂക്ക. അയ്യോ മമ്മൂക്ക മറന്നുപോയി. ഓ മൈ ഗോഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ അല്ല നേരിട്ട് കണ്ടേക്കുന്ന ആരെയാ? ശ്രീനാഥ് ബാസിനെ മാത്രമേ നേരിട്ട് കാണാത്തുള്ളൂ, ബാക്കി എല്ലാരെയും കണ്ട് സ്നേഹവും ഇഷ്ടവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ശ്രേയ പോവില്ലേ? ഓഫ് കോഴ്സ്. എനിക്ക് ഒരു ത്രെട്ട് വളർന്നു വരുന്നുണ്ട്. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടും കൂടെ പാടിക്കൊണ്ട് നമ്മള് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യും. വെണ്ണില ചന്ദ്രിക്കണം, you know. അയ്യോ, that song gives me flashback of terrible times. അതെന്ത് ടൈമാണ്? ഒരു പ്രാവശ്യം ആ പാട്ട് എന്റെ എന്തോ ലൈക് സ്കൂളത്തെ എന്തോ ടാലന്റ് ഷോന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു പാട്ടാണ്. അതുകൊണ്ട് ആ ദുരന്ത ദിനങ്ങളൊക്കെ ഓർമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ 2ാം ക്ലാസ് എന്ന് പഠിക്കുമ്പോഴാണ്. അതെ, അമ്മ അടിയടിയും തൊഴിയൊക്കെയായിരുന്നോ പാട്ട് പഠിക്കാൻ വേണ്ടിട്ട്? ഫുൾ സീനായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു വലിയ ഡ്രീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഈ ഫീൽഡിൽ തന്നെ നന്നായി അടിപൊളിയായിട്ട് പോവാ. ഇപ്പം ഞാനൊരു ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ബാൻഡ് അടിപൊളിയാക്കി നല്ലൊരു അടിപൊളി ബാൻഡാക്കി ഒരു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്.